ഇന്നെന്താ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ വിശേഷം എന്നല്ലേ, വേറെ ഒന്നല്ല, സാധാരണ പോലെ തന്നെ ഷായിട്ടും പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ അവരും ഒപ്പം പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ വേർതിരിക്കൊന്നുമില്ല, അവർക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഫ്ലാറ്റിന് ഷായിട്ടിനപ്പുറത്ത് കളിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു കുഴിയൊക്കെ കുത്തിയിരുന്നു. ആ സമയത്ത് നമ്മുടെ മെസ്സി എന്ത് പറഞ്ഞാലും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ 3 പേരും കൂടി ഇവിടെ ഒരുമിച്ച് ഓരോ പ്ലാനിങ് ആയിട്ട് തയ്യാറാക്കുന്നത്. അവർക്ക് പറ്റാവുന്ന പോലെ ചെറിയ പണികൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ മറഡോണ മോനാണെങ്കിൽ ഷായിട്ടും കളിക്കുന്നത് തൊട്ടായിട്ട് ഒരു കുഴി കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വാഴയെങ്കിലും വെക്കാനുള്ള ഒരു കുഴി എനിക്ക് കുത്തി കൊടുക്കണേന്ന് വിചാരിച്ചുകൊണ്ട് അത് വന്നിട്ട് പാവം അവിടെ നിന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കുക. കുറേ മാന്തിട്ടു. അത് കഴിയുമ്പോൾ അവനൊന്ന് കെടുക്കും, പിന്നെയും കുറേ മാന്തും, പിന്നെയും കെടുക്കൂട്ടാ. ഇടയ്ക്ക് കിടന്നുകൊണ്ട് ഷായേട്ടനായിട്ടും അവൻ നോക്കണത് എങ്ങനെയെങ്കിലും ഷായേട്ടൻ പണി നിർത്തുകയാണെങ്കിൽ എനിക്ക് നിർത്തി അകത്ത് കയറാലോ എന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബോട്ട് വന്നിട്ട് മറഡോണേനെ സഹായിക്കാനായിട്ട്. പക്ഷെ മറഡോണയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇത്രയും ഞാൻ കുഴി കുത്തിയതല്ലേ, ഞാൻ തന്നെ കുത്താടാ, നീ പൊക്കടാന്നുള്ള പോലെയാട്ടോ മറഡോണ കിടക്കണേ. അവരോട് പൊക്കാളിലൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മറഡോണ കിടന്നുകൊണ്ട് തന്നെ അവരവിടുത്തെ ആ കുഴി ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ബോൾട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മറഡോണ അവൻ്റെ പണിനെ തുടങ്ങിയിട്ടേ ഉണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ റൊണാൾഡോയ്ക്ക് ഇവിടുന്ന് ഒരു ചാക്ക് കിട്ടി. പിന്നെ നോക്കണ്ട, എല്ലാവരും കൂടി അതുമ്പോൾ നല്ല കളിയാട്ടോ. കളി തുടങ്ങിയപ്പോൾ കുറേ നേരം കളിക്കും. കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് ഞാൻ കോഴിക്കാല് വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അവർക്കറിയാം വിളിക്കുമ്പോഴേക്കും കുട്ടിപ്പട്ടാളേന്ന് വിളിക്കേണ്ട താമസമുള്ളൂ അവരോട് അടുത്തെത്തിട്ടു. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ സുന്ദരമായിട്ടുള്ളൊരു ഉറക്കമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണേ അപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ പറമ്പിലേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ.